എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ചർച്ചാ വിഷയം പാലസ്തീന് ഐക്യദാർഢ്യമാണ്. ലോകത്തിൽ എവിടെയും ദുരന്തവും ദുരിതവും അനുഭവിക്കുന്ന ഏതൊരു മനുഷ്യനും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുക എന്ന് പറയുന്നത് ഭാരതത്തിന്റെ ശൈലിയാണ്. അത് മനുഷ്യൻ മനുഷ്യനോട് കാണിക്കേണ്ട നീതിയുമാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പാലസ്തീനിലെ കുട്ടികൾക്ക് നീതി കിട്ടണം. പക്ഷെ ഇസ്രായേലിലെ കുട്ടികൾക്ക് നീതി കിട്ടേണ്ടതല്ലേ? എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റുകാരന്റെയും മുസ്ലിം ലീഗുകാരന്റെയും ഐക്യദാർഢ്യം മതപരമായിട്ട് മാത്രമാകുന്നത്? എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗുകാരനും MK മുനീറും കരയുന്നത് പാലസ്തീനിലെ കുട്ടികൾ മാത്രം കൊല്ലപ്പെടുമ്പോൾ? എന്തേ അഫ്ഗാനിസ്ഥാനിലെ കുട്ടികളുടെ കൈവെട്ടിയപ്പോൾ മുസ്ലിം ലീഗ് ഐക്യദാർഢ്യം പറഞ്ഞില്ല? താലിബാൻ ഭരണം പിടിച്ചെടുത്ത് അവിടെ ആയിരക്കണക്കിന് മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി നടത്തിയപ്പോൾ നിങ്ങളുടെ നാക്ക് എവിടെ പോയിരുന്നു? 1.5 വർഷക്കാലത്തിലധികമായിട്ട് റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധത്തിലാണ്. ആയിരക്കണക്കിന് കുട്ടികളും ആയിരക്കണക്കിന് മനുഷ്യരും ആയിരക്കണക്കിന് സ്ത്രീകളും വൃദ്ധന്മാരും അവിടെ അനുദിനം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ എവിടെയും കമ്മ്യൂണിസ്റ്റുകാരന്റെ മുസ്ലിം ലീഗുകാരന്റെ ഐക്യദാർഢ്യം കാണുന്നില്ലല്ലോ. സദ്ദാം ഹുസൈൻ ആയിരക്കണക്കിന് കുർദുകളെ കൊന്നപ്പോൾ നിങ്ങൾ ഐക്യദാർഢ്യം കണ്ടില്ലല്ലോ. ISIS ഭീകരന്മാർ സിറിയയിൽ ആയിരക്കണക്കിന് യസീദികളെ പച്ചക്ക് കൊന്നപ്പോൾ, കഴുത്തറത്ത് കൊന്നപ്പോൾ, വെള്ളത്തിൽ മുക്കി കൊന്നപ്പോൾ, അഗ്നിയിലേക്ക് വലിച്ചെറിഞ്ഞു കൊന്നപ്പോൾ എവിടെയും ഐക്യദാർഢ്യ റാലികൾ കണ്ടില്ലല്ലോ. അപ്പൊ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് ഇതിനെ മാത്രമാണ്. സെലക്റ്റീവ് ഐക്യദാർഢ്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് നടത്തുന്നത് സെലക്റ്റീവ് ഐക്യദാർഢ്യമാണ്. അതായത് ഇസ്രായേലിന്റെ ബോംബ് കൊണ്ട് പാലസ്തീനിലെ ആളുകൾ മരിച്ചാൽ മാത്രമേ ഐക്യദാർഢ്യമുള്ളൂ. പാലസ്തീനിലെ മുസ്ലിം തീവ്രവാദികൾ തമ്മിലടിച്ചു മരിച്ചാൽ ഒരു കുഴപ്പമില്ല. ഈ ഹമാസിനെ പാലസ്തീൻ പിന്തുണക്കുന്നുണ്ടോ? നിങ്ങൾ പറയുന്നു പാലസ്തീനെ ഉപദ്രവിക്കുന്നു. പാലസ്തീൻ ഉപദ്രവിക്കുന്നില്ലല്ലോ. ഞാൻ മനസ്സിലാക്കിയത് പാലസ്തീൻ ഒരു ഔദ്യോഗിക ഭരണകൂടമുണ്ട്. ആ ഔദ്യോഗിക ഭരണകൂടവും ഇസ്രായേലും തമ്മിലല്ല ഈ യുദ്ധം നടക്കുന്നത്. ഹമാസ് എന്ന് പറയുന്ന ഭീകര സംഘടനയും ഇസ്രായേൽ എന്ന് പറയുന്ന ദേശസംഘടനയും തമ്മിലാണ്. ഇസ്രായേലികൾ എന്ന് പറയുന്ന 1 കോടിയിൽ താഴെ ആളുകൾ മാത്രം. അവർക്ക് ഭൂമിയിൽ ആകെയുള്ള തുണ്ട് ഭൂമി ഇസ്രായേൽ മാത്രം. റോമാ സാമ്രാജ്യം ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ ആട്ടി ഓടിച്ചതാണ് ജൂതന്മാരെ. ഇപ്പൊ MA ബേബി പറയുന്നത് തെറ്റാണ്. 948 ഇസ്രായേൽ ഉണ്ടായത്. ഇസ്രായേൽ ഉണ്ടായിട്ട് 3000 വർഷം കഴിഞ്ഞു. 3000 വർഷത്തിലധികം പഴക്കമുള്ള മുസ്ലിമിന്റെ ക്രിസ്ത്യാനിയുടെ അമ്മയായ മതമാണ് ജൂതമതം, യഹൂദമതം. അവർ പറയുന്നു മോശയാണ് അന്ത്യപ്രവാചകൻ. ക്രിസ്ത്യാനി പറയുന്നു യേശുവാണ് അന്ത്യപ്രവാചകൻ. മുസ്ലിങ്ങൾ പറയുന്നു അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി മാത്രമാണ് എന്ന്. ഇതാണ് നിങ്ങൾ നമ്മുടെ അഭിപ്രായ വ്യത്യാസം. തീർന്നില്ല. ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം 10 കൽപ്പനകളാണെന്ന് ജൂതന്മാര്. നിങ്ങൾ പറയുന്നു, ക്രിസ്ത്യാനികൾ പറയുന്നു ലോകത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും അന്തിമ പരിഹാരം ബൈബിൾ മാത്രമാണ്. മുസ്ലിങ്ങൾ പറയുന്നു ഇതിലൊക്കെ മനുഷ്യൻ കൈകടത്തിയിട്ടുണ്ട്. മനുഷ്യൻ കൈകടത്താത്ത ഏക ഗ്രന്ഥം ഖുർആൻ മാത്രമാണ്. ഓൺലി. ലോകം മുഴുവൻ നിങ്ങൾ ഈ രക്തപ്പുഴ കൊടുക്കുന്നത് ഈ വാക്കാണ്, ഓൺലി. നിങ്ങൾ ഹിന്ദു പറയുന്ന വാക്ക് പറയൂ, ഓൾസോ. നിന്റേതും ശരിയാണ്, എന്റേതും ശരിയാണ്. ഇപ്പൊ ഖുർആൻ പഠിക്കുമ്പോൾ നമുക്കറിയാം, വിഗ്രഹാരാധകന് നരകം, സ്വർണം ധരിക്കുന്ന പുരുഷന് നരകം, മദ്യപിക്കുന്നവന് നരകം, പന്നിമാംസം ഭക്ഷിക്കുന്നവന് നരകം. അപ്പൊ ഇവിടെയുള്ള ബഹുഭൂരിപക്ഷം ജനങ്ങളും നരകത്തിൽ പോകേണ്ടവനാണ് എന്ന് ഈ മതം വിശ്വസിക്കുന്നു. ഖുറാനിലും മതേതരത്വമൊന്നുമില്ല. ആ പഠിക്കുന്നവർക്ക് അത് നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം. ഖുറാനും ബൈബിളും ഭഗവത്ഗീതയും ഒരു മേശപ്പുറത്ത് വെച്ച് ചർച്ച ചെയ്യുവാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ പറയൂ, മനുഷ്യ സാഹോദര്യത്തിന് എതിരായി നിൽക്കുന്ന മത നിയമങ്ങൾ ഹിന്ദുവിന്റെ ഭഗവത്ഗീതയിലോ വേദത്തിലോ നിങ്ങൾ ചൂണ്ടിക്കാണിക്കൂ. ഞങ്ങളത് കത്തിച്ചു കളയാം. 5000 വർഷം മുമ്പ് ഒരു ഭഗവത്ഗീത ഉണ്ടായി എന്ന് കരുതി മനുഷ്യ സാഹോദര്യത്തിന് എതിരായി നിൽക്കുന്നത് അതിലുണ്ടെങ്കിൽ തള്ളിക്കളയുവാനും കത്തിച്ചു കളയാൻ ഹിന്ദുക്കൾ തയ്യാറാണ്. നിങ്ങൾ ഖുറാനും ബൈബിളൊന്നും കത്തിക്കുകയൊന്നും വേണ്ട. നിങ്ങളത് തള്ളിക്കളയാൻ തയ്യാറാകുമോ? ഞങ്ങൾ അടിവരയിട്ട് ചൂണ്ടിക്കാണിച്ചു തരാം. മനുഷ്യ സാഹോദര്യത്തിന് എതിരായി നിൽക്കുന്ന ഭീകരവാദത്തെ ഉണ്ടാക്കുന്ന ഖുറാൻ നിയമങ്ങൾ, ബൈബിൾ നിയമം ഞങ്ങൾ ഇപ്പൊ ബൈബിളിലും പറഞ്ഞിട്ടുണ്ട്. 10 കൽപ്പനയിലും അത് പറയുന്നുണ്ട്. വിഗ്രഹാരാധനയ്ക്ക് ഇവരെല്ലാവരും എതിരാണ്. പക്ഷെ വിഗ്രഹാരാധകനെ ക്രിസ്ത്യാനിയോ ജൂതനോ ഇന്ന് കൊല്ലുന്നില്ല. തന്റെ മതവിശ്വാസത്തിന് എതിരായി നിൽക്കുന്നവനെ ഇല്ലാതാക്കുന്നത് ഇന്ന് ഇസ്ലാമിക ഭീകരവാദികൾ മാത്രമാണ്. നവോത്ഥാനത്തിന് ശേഷം ക്രിസ്ത്യാനി പരിഷ്കരിച്ചു. ലോകം മുഴുവൻ ക്രിസ്ത്യാനിയും മുസ്ലിമും തമ്മിലടിച്ച ഒരു ചരിത്രമുണ്ട്, കുരിശുയുദ്ധം. സൗകര്യമുള്ളവർ ഗൂഗിളിൽ സെർച്ച് ചെയ്യുക, കുരിശുയുദ്ധം എന്ന് അടിച്ചാൽ മതി. 300 കൊല്ലക്കാലം നീണ്ടുനിന്ന കുരിശുയുദ്ധം. അപ്പൊ ഈ യുദ്ധമൊക്കെ തുടങ്ങിയിട്ട് കാലം കുറയായി. പക്ഷേ എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന മുസ്ലിങ്ങൾ മറ്റുള്ളവരാൽ കൊല്ലപ്പെടുമ്പോൾ മാത്രം നിങ്ങൾ ഐക്യദാർഢ്യം നടത്തുന്നത്? ലോകത്തിലെമ്പാടും ഒരു ദിവസം ശരാശരി ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നു. പാകിസ്ഥാനിൽ ഒരു വർഷം 20,000 മുസ്ലിങ്ങൾ കൊല്ലപ്പെടുന്നുണ്ട്. ഷിയാക്കളെ മുസ്ലിങ്ങൾ കൊല്ലുന്നു, സുന്നി മുസ്ലിങ്ങൾ. സുന്നികളെ ഷിയാക്കൾ പറ്റും പോലെ തിരിച്ചു കൊല്ലുന്നുണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും ബോംബ് പൊട്ടും. ഏത് പള്ളിയിലാണെന്ന് സംശയം മാത്രമേ കൊണ്ടുള്ളൂ. അഫ്ഗാനിസ്ഥാൻ, ഇന്നത്തെ താലിബാൻ എന്താ അവസ്ഥ?
ബംഗ്ലാദേശിൽ എത്ര മുസ്ലിങ്ങളാണ് കൊല്ലപ്പെടുന്നത്? ലോകത്തിൽ 52 ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒരു 30-ൽ പരം ഇസ്ലാമിക രാജ്യങ്ങളും ഭീകരവാദത്തിന്റെ പിടിയിലാണ്. ലോകത്തിൽ ഏകദേശം 400-ൽ പരം ഭീകരവാദ ഇസ്ലാമിക സംഘടനകളുണ്ട്. എല്ലാവരും പറയുന്നു ഞങ്ങളാണ് യഥാർത്ഥ ഇസ്ലാം. ഇസ്ലാം പറയുന്നു ഭീകരവാദ ഇസ്ലാമിലില്ല, ഞങ്ങളുടെ ഇസ്ലാം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ്. ഓക്കെ, നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷേ ഭീകരവാദം ഇസ്ലാമിൽ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയണമെങ്കിൽ ഖുറാനും ബൈബിളും ഭഗവത്ഗീതയും വെച്ചിട്ട് നമ്മൾ തുറന്ന സംവാദത്തിന് തയ്യാറാണ്ടേ? എം അക്ബർ തയ്യാറല്ല, മുജാഹിദ് ബാലുശ്ശേരി തയ്യാറല്ല, എല്ലാവരും ഓടി ഒളിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു ജാമിദ ടീച്ചറെയോ ആരിഫ് അലിയോ കൊണ്ടുവരാം, ചിദാനന്ദപുരി സ്വാമികളെ കൊണ്ടുവന്നിട്ട് ഭഗവത്ഗീതയുമായി ബന്ധപ്പെട്ട് സംസാരിക്കാം, ഒരു നല്ല അറിവുള്ള പാസ്റ്ററെ കൊണ്ടുവന്ന് നമുക്ക് ബൈബിളിനെ വെച്ചുകൊണ്ട് സംസാരിക്കാം. അങ്ങനെ ഖുറാനെ ആധികാരികമായിട്ട് പഠിച്ചവരും ബൈബിളിനെ ആധികാരികമായിട്ട് പഠിച്ചവരും ഭഗവത്ഗീത ആധികാരികമായി പഠിച്ചവരും തമ്മിൽ ഒരു തുറന്ന സംവാദം. ഞാൻ മോഡറേറ്റർ ആവാം, നമുക്ക് സംവദിക്കാം, നിങ്ങളെ സംവാദത്തിന് വാ. അല്ല നിങ്ങൾ ഏകപക്ഷീയമായിട്ട് ഒരു മൈക്ക് പെർമിഷൻ എടുത്തിട്ട് ഇതാ ഇസ്രായേൽ പാലസ്തീൻ ഉപദ്രവിക്കുന്നു, 48-ലാണ് ഇസ്രായേൽ ഉണ്ടായത്, പാലസ്തീനികളാണ് ഇസ്രായേൽ ഉണ്ടാക്കി കൊടുത്തത്, അവർ വളരെ നല്ലവരാണ്, പച്ചവെള്ളം ചവച്ചരച്ച് കുടിക്കുന്നവരാണ്, എന്ത് വെഡിത്താണ് പറയുന്നത്? 2000 വർഷക്കാലം അഭയാർത്ഥികളായി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ജീവിച്ച ഇസ്രായേലികൾക്ക് സ്വന്തം മണ്ണ് തിരിച്ചു കിട്ടിയത് 48-ലാണെന്ന് മാത്രം. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം, അതായത് 39 മുതൽ 45 വരെയാണ് രണ്ടാം ലോക മഹായുദ്ധം. അതിനുശേഷം ബ്രിട്ടനും അമേരിക്കയും പറഞ്ഞതാണ് ജൂത ചെറുപ്പക്കാരോട്, നിങ്ങൾ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് യുദ്ധം ചെയ്തു, അല്ലെങ്കിൽ നിങ്ങൾ ഹിറ്റ്ലറെ തോപ്പിക്കൂ, ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യൂ. ആയിരക്കണക്കിന് 10,000-കണക്കിന് യുവാക്കള് ശമ്പളം പോലും വാങ്ങാതെ സ്വന്തം മാതൃഭൂമി തിരിച്ചു കിട്ടാൻ വേണ്ടി ജീവൻ ആഹുതി ചെയ്തു ജൂത ചെറുപ്പക്കാര്. അങ്ങനെ 48 മെയ് 14-ാം തീയതി അവർക്ക് സ്വന്തം മണ്ണ് തിരിച്ചു കിട്ടി. 60 ലക്ഷം ജൂതന്മാരെയാണ് ഗ്യാസ് ചാമ്പലിട്ട് ചുട്ടുകൊന്നു. ചരിത്രമൊക്കെ ഒന്ന് പഠിക്കൂ നിങ്ങൾ. ആ ലോകത്തിന്റെ നാനാഭാഗങ്ങൾ അഭയാർത്ഥികളായി എന്തിനേറെ നമ്മുടെ കൊച്ചിയിൽ നിന്ന് പോലും ജൂതന്മാര് തിരിച്ച് അവരുടെ മണ്ണിലേക്ക് ചെന്നു. മുംബൈയിലും കൊച്ചിയിലും കൽക്കത്തയിലും എല്ലാം നമ്മൾ അവർക്ക് ജൂത കോളനികൾ പണിതു കൊടുത്തു. ജൂതന്റെ ശരീരത്തിൽ നിന്നും ഒരു തുള്ളി ചോര പൊടിയാതെ ജൂതനെ സംരക്ഷിച്ച ഏക നാട് അത് ഭാരതം മാത്രമാണ്. അതുകൊണ്ടാണ് ജൂതന്മാർക്ക് ഭാരതത്തോട് ഇത്രയേറെ കടപ്പാട്. നമ്മുടെ പ്രധാനമന്ത്രിക്ക് പരമോന്നത ബഹുമതി നൽകി അവരാദരിച്ചത് ഈ മണ്ണിനോടുള്ള കടപ്പാട് കൊണ്ടാണ്. ലോകം മുഴുവൻ ജൂതന്മാരെ വേട്ടയാടിക്കൊന്നു. എന്നാൽ 2000 വർഷക്കാലം സ്വന്തം മാതൃഭൂമി, വാഗ്ദത്ത ഭൂമി ഏതെങ്കിലും കാലത്ത് തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോടുകൂടി ആ മണ്ണ് തലമുറകൾക്ക് കൈമാറി അവർ ജീവിച്ചു. 66 തലമുറ അന്ന് ഓടിപ്പോകുമ്പോൾ എടുത്ത മണ്ണുമായി ജീവിച്ചവരാ ജൂതന്മാരാ. ചരിത്രമൊക്കെ പഠിക്കണം. രോമാഞ്ചജനകമായ മാതൃഭൂമിയോടുള്ള മനുഷ്യന്റെ നിതാന്തമായ ഭക്തിയുടെ ചരിത്രം പഠിപ്പിക്കുന്നതാണ് ജൂതന്റെ ചരിത്രം എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെ 48-ൽ സ്വന്തം മണ്ണ് നഷ്ടപ്പെട്ട മണ്ണ് തിരിച്ചു കിട്ടി അവർക്ക്. സൈന്യമില്ല, പോലീസില്ല. ആദ്യത്തെ യുദ്ധ 11 ഇസ്ലാമിക രാജ്യങ്ങളും ചുറ്റും നിന്ന് ആക്രമിച്ചു. ഒരു ചോദ്യം ഉണ്ടായി ജൂതനോട്, ഇനി ഓടിപ്പോകണമോ, ഇവിടെ കിടന്ന് മരിക്കണം? അവർ തീരുമാനിച്ചു ഞങ്ങൾ ഇവിടെ കിടന്ന് മരിക്കാം. ആ ചിന്തയിൽ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റു. 6 നാൾ യുദ്ധം, അറബി യുദ്ധം അറിയല്ലേ നിങ്ങള്? നിശേഷം തകർത്ത് കളഞ്ഞു. ഈ അറേബ്യൻ രാജ്യങ്ങളെ അവർ നിലക്ക് നിർത്തി. അവിടുന്ന് ഇങ്ങോട്ട് സ്വന്തം മണ്ണ് സംരക്ഷിക്കുവാൻ 1 കോടിയിൽ താഴെയുള്ള ജൂതൻ പാടുപെടുകയാണ്. അങ്ങനെ സമാധാനത്തിൽ ഇങ്ങനെ പോകുമ്പോഴാണ് ഹമാസുകാരൻ ഒരു സുപ്രഭാതത്തിൽ കയറിയിട്ട് 1400 ആളുകളെ കൊന്നു. എന്ത് മരണം എന്നറിയും നിങ്ങൾ? ആ മാതാപിതാക്കളുടെ മുന്നിൽ വെച്ച് കുട്ടികളെ കഴുത്തറത്ത് കൊന്നു, വൃദ്ധന്മാരെ കൊന്നു. ഇസ്രായേൽ എങ്ങനെയാ തിരിച്ചു ബോംബിടുന്നത്? അരമണിക്കൂർ മുമ്പ് അലാറം മുടക്കിയിട്ട് ഡമ്മി ബോംബിട്ടിട്ട് ഓടിപ്പോയിക്കൊള്ളൂ, ഇതാ ഞങ്ങൾ ഇപ്പൊ ഈ ബിൽഡിങ്ങിന് ബോംബിടും. ഇപ്പൊ അൽ ജസീറയുടെ ആ സ്ഥാപനത്തിന് ബോംബിട്ടത് പോലും ആ സ്ഥാപനത്തിൽ മറ്റുള്ളവരോട് ഓടിപ്പോവാൻ പറഞ്ഞിട്ടാ. കൃത്യമായ സന്ദേശം നൽകിയിട്ടാണ്. ഇതെങ്ങനെയാണ് വീട്ടിലേക്ക് കയറി വന്ന് കണ്ണിൽ കണ്ടവരെ മുഴുവൻ 1400 ആളുകളെ എങ്ങനെയാ കൊന്നെന്നുള്ളത് വീഡിയോ ലഭ്യമാണ്. അതിന്റെ തിരിച്ചടിയാണിത്. തിരിച്ചടികളിൽ മക്കൾ മരിക്കുന്നത്, കുട്ടികൾ മരിക്കുന്നത് സങ്കടകരമാണ്. ആ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റാത്തതാണ്. പക്ഷേ ഇസ്രായേലിലെ കുട്ടികളും മരണപ്പെട്ടു എന്ന് കമ്മ്യൂണിസ്റ്റുകാരൻ പറയണം. ശശി തരൂർ പറഞ്ഞത് അക്ഷരം പന്ത് ശരിയാണ്. ഭീകരാക്രമണത്തിന്റെ തിരിച്ചടിയാണ്. ഭീകരാക്രമണമാണ് നടന്നത്. ഹമാസ് ഭീകര സംഘടനയാണ്. പാലസ്തീൻ പറയുന്നു ഹമാസ് ഭീകര സംഘടനയാണ്. പാലസ്തീൻ ഭരണകൂടം ഹമാസിനെ അനുകൂലിക്കുന്നുണ്ടോ? പറയൂ. നിങ്ങളിപ്പോ ഹമാസിന് വേണ്ടി നെഞ്ചത്ത് നിലടിച്ച് നിലവിളിക്കുന്നു. പാലസ്തീൻ എന്ന് പറയുന്ന ഇസ്ലാമിക രാജ്യത്തിന്റെ ഔദ്യോഗിക ഭരണകൂടം ഹമാസിനൊപ്പമാണോ? പാലസ്തീനും ഇസ്രായേലും തമ്മിൽ ഇപ്പൊ യുദ്ധമുണ്ടോ? ഇല്ല. ഗാസ മുനമ്പിൽ നിന്നും ഇവർ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ തുരങ്ക നഗരങ്ങൾ നിർമ്മിച്ച് അവിടെ ഇരുന്നു കൊണ്ട് ഈ ബന്ദികളാക്കപ്പെട്ട ആളുകൾ അവരെ കൊന്നോ ജീവിച്ചിരുന്നോ നമുക്കറിയില്ല. ഇവരെ കുറിച്ചൊന്നും നിങ്ങൾക്ക് വ്യാകുലതയില്ലേ? ഇസ്രായേലിലെ ജൂതന്മാര് മനുഷ്യന്മാരല്ലേ? നിങ്ങളുടെ വ്യാകുലത വോട്ട് ബാങ്കാണ്. കാന്തപുരം പണങ്ങും. കാന്തപുരം പറഞ്ഞാൽ ഇവിടെ 5-6 ലക്ഷം വോട്ട് കിട്ടും, അല്ലെങ്കിൽ മറ്റ് പോപ്പുലർ ഫ്രണ്ടുകാരൻ പറഞ്ഞാൽ വോട്ട് കിട്ടും.
അപ്പൊ നിങ്ങൾ പിണങ്ങുക, അവരെ പിണക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ കാര്യങ്ങൾ അറിയാത്ത വിഡ്ഢികളാണ് നിങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരനും ഇവിടുത്തെ കോൺഗ്രസ്സുകാരും എന്താ കാര്യങ്ങൾ അറിയില്ലേ, ചരിത്രം അറിയില്ലേ? 48-ലാണോ ഇസ്രായേൽ ഉണ്ടായത്? ജൂതമതമല്ലേ ആദ്യം ഉണ്ടായത്? പിന്നീടല്ലേ ക്രിസ്തു മതം ഉണ്ടായത്? പിന്നീടല്ലേ ഇസ്ലാം മതം ഉണ്ടായത്? അപ്പൊ ഏറ്റവും പഴക്കമുള്ള മതം ഏതാ? ഈ സെമിറ്റിക് മതങ്ങളിൽ ജൂതമതമല്ലേ? അപ്പൊ ചിന്തിച്ചൂടെ അവൻ എങ്ങനെയാണ് അവിടുന്ന് ഓടിപ്പോയെന്ന്? അവന്റെ മണ്ണേതാണെന്ന്? ജൂതമതം പിറന്ന നാടേതാ? നിങ്ങൾ പറയും ജൂതമതം പിറന്ന നാടേതാ? അമേരിക്ക? ആഫ്രിക്ക? ജൂതമതം പിറന്ന നാടിന്റെ പേരാണ് ഇസ്രായേൽ. എല്ലാവർക്കും ഒരുപോലെ, ഈ 3 വിഭാഗത്തിൽപ്പെട്ട സെമിറ്റിക് മതക്കാരനും ഒരുപോലെ പ്രിയപ്പെട്ടതാണ് ആ മണ്ണ്. അതുകൊണ്ടാണ് മാർപ്പാപ്പ അറ്റേക്കായി മരിച്ചു പോയിട്ടുണ്ട് ഈ മണ്ണ് പണ്ട് മുസ്ലിങ്ങൾ പിടിച്ചടക്കിയപ്പോ കുരിശുദ്ധത്തില്. ആ ചരിത്രമൊക്കെ ഒന്ന് പഠിക്കൂ നിങ്ങൾ. ഒന്ന് സമയം കിട്ടുമ്പോൾ കുരിശുദ്ധത്തിന്റെ ചരിത്രം ഒന്ന് ഗൂഗിളിൽ അടിച്ച് പഠിക്കേ. ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കേ. ഇസ്രായേൽ മതം എന്താണെന്ന് പഠിക്കേ. 10 കൽപ്പന എന്താണെന്ന് പഠിക്കേ. മോസസ് ആരാണെന്ന് പഠിക്കേ. മോശ ആരാണെന്ന് പഠിക്കേ. ഇതൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ക്രിസ്ത്യാനി ഉണ്ടാകുന്നതിന്റെ 1000 കൊല്ലം മുമ്പെങ്കിലും ജൂതമതം ഉണ്ടായിട്ടുണ്ട്. ജൂതമതം ഉണ്ടായിട്ട് 1600 വർഷം കഴിഞ്ഞതിന് ശേഷം ഉണ്ടായ മത ഇസ്ലാം മതം. ജൂതമതം ഉണ്ടായിട്ട് 1600 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഉണ്ടായ മതമാണ് ഇസ്ലാം മതം എന്ന കാര്യം നിങ്ങൾ പഠിക്കുക. അപ്പൊ ചരിത്രത്തെ കൃത്യമായി പഠിച്ചിട്ട് ഐക്യദാർഢ്യം കൊടുക്കൂ. ഐക്യദാർഢ്യം കൊടുക്കുമ്പോൾ പാലസ്തീനിലെ കുട്ടികൾക്ക് കൊടുക്കും പോലെ തന്നെ ഇസ്രായേലിലെ കുട്ടിക്കും കൊടുക്കണം. അതാണ് നമ്മുടെ നാട്ടിൽ മതേതൃത്വം പറഞ്ഞിട്ട് 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക്, മുസ്ലിം കുട്ടിക്ക് 1000-200 രൂപ ലംസം ഗ്രാൻഡ്, നമ്പൂരി കുട്ടിക്ക് അല്ലെങ്കിൽ നായർ കുട്ടിയായി പോയി കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം പോലും ഇല്ല. ഇതല്ലേ നിങ്ങളുടെ മതേതൃത്വം? അത് തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും കാണിക്കുന്നത്. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയോട് മതം ചോദിച്ച് സ്കോളർഷിപ്പ് കൊടുക്കുന്നത് പോലെ തന്നെയാണ് നിങ്ങൾ ഇസ്രായേലിലെ കുട്ടിക്ക് വേണ്ടി നീതി കൊടുക്കാതെ പാലസ്തീനിലെ കുട്ടിക്ക് വേണ്ടി മാത്രം കരയുന്നു. എല്ലാ കുട്ടികൾക്കും വേണ്ടി കരയും. എല്ലാ കുട്ടികളും നിഷ്കളങ്കരാണ്. അവിടുത്തെ തലയിൽ ബോംബിടാൻ പാടില്ല. ഇത് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. പക്ഷെ മറ്റുള്ളവന്റെ കഴുത്തു അറക്കാൻ പാടില്ല. ഇത് രണ്ടും പറയണം. ഇത് രണ്ടും പറയുമ്പോഴാണ് അതാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ പരസ്യ സംവാദം വെക്കൂ. ഇപ്പം നമ്മൾ ഓൺലൈൻ സംവാദമാണ്, ഇത് പോരാ. നിങ്ങൾ ഓഫ്ലൈൻ സംവാദം വെക്കൂ, പരസ്യമായ വേദിയിൽ വെക്കൂ. ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ എന്താ ആശയ സംവാദത്തെ ഭയക്കുന്നത്? ഗോവിന്ദപിള്ളയുടെയും EMSന്റെ ഒക്കെ കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആശയ സംവാദത്തിന് എപ്പോഴും മുൻകൈ എടുക്കുന്നവരായിരുന്നു. ഇന്ന് അവർക്ക് ധൈര്യമില്ല. ഏക സിവിൽ കോഡിനെ കുറിച്ച് ആശയ സംവാദത്തിന് വെല്ലുവിളിച്ചു. അവർ പറയുന്നു RSSകാരെ ഞങ്ങൾ വേദിയിൽ വിളിക്കൂല. RSSകാരുമായിട്ടല്ലേ നിങ്ങൾ സംവാദം നടത്തേണ്ടത്? ഏക സിവിൽ കോഡും സാമ്പത്തിക സംവരണവും അയോധ്യയിലെ ക്ഷേത്രം കൊണ്ടുവരുന്ന RSSകാരല്ലേ? പിന്നെ നിങ്ങൾ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഈ വിഷയത്തിൽ ഒറ്റക്കെട്ടല്ലേ? പിന്നെ നിങ്ങൾ തമ്മിൽ എന്ത് സംവാദം? അപ്പൊ എതിരഭിപ്രായം പറയുന്നവരോട് സംവാദം നടത്തുവാനുള്ള ധൈര്യം ഉണ്ടാവണം. പാലസ്തീൻ ഇസ്രായേൽ വിഷയം എന്താണ്, ഇന്നലകൾ ഇന്ന് നാളെ എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ച് സമഗ്രമായ ഒരു ചർച്ച വെക്കൂ. നമുക്ക് സംവദിക്കാം. മതമാണോ വിഷയം? ഭീകരത മതത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ പറയുന്നു. മതം ഭീകരമാണ്. അല്ലാതെ നിങ്ങൾ തെളിയിക്ക്. ഖുറാനും ബൈബിളും ഭഗവത്ഗീതയും ഒരു മേശപ്പുറത്ത് വെച്ച് ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്ക്. അതിനുശേഷം നമുക്ക് സംവദിക്കാം. അപ്പൊ സംവാദം ആരോഗ്യകരമായിരിക്കണം, ആശയപരമായിരിക്കണം സംവാദം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുണ്ട് പാലസ്തീനിലെ കുട്ടിക്ക്, ഒപ്പം ഇസ്രായേലിലെ കുട്ടിക്ക്. ഈ പ്രശ്നങ്ങളുടെ മുഴുവൻ കാരണക്കാർ ഹമാസാണ്, ഒരു സംശയവും. ഇപ്പോഴുണ്ടായ പ്രശ്നത്തിന്റെയും കാരണം ഹമാസാണ്. നിങ്ങൾ പറയുന്നു ഹമാസിന് വെളിച്ചമില്ല, വെള്ളമില്ല എന്ന്. പിന്നെ ഇസ്രായേലിന് ഹമാസിന് വെള്ളം കൊടുക്കുന്നു? അവരുടെ മാനുഷികത ഒന്ന് ചിന്തിക്കൂ. ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിട്ടും ഈ ഗാസയിലേക്ക് വെള്ളവും വൈദ്യുതിയും കൊടുക്കുന്നത് ഇസ്രായേൽ ആണെന്ന് ഇത്രയും കാലം നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പോഴാണ് അവിടെ 1400 ആളുകളെ കഴുത്തറത്ത് കൊന്നപ്പോഴാണ് അവരത് ബ്ലോക്കാക്കിയത്, അവർ ഓഫാക്കിയത് അല്ലേ? അവർ വൈദ്യുതി ഓഫാക്കിയത് എപ്പോഴാ? അപ്പൊ ഇവർക്കെന്താ പണി? ഹമാസുകാരന് വൈദ്യുതി ഉണ്ടായിക്കൂടെ? ഹമാസുകാരന് വെള്ളം ഉണ്ടായിക്കൂടെ? ഇവരെന്നെ കൊടുക്കണോ? അപ്പൊ ആലോചിച്ച് നോക്കുക ഇസ്രായേലിന്റെ മാന്യത. ഏത് കരാർ? ഇപ്പൊ നമ്മളും അങ്ങനെയാണ്. സിന്ധു നദിയിലെ വെള്ളം നമ്മൾ ബ്ലോക്ക് ചെയ്താൽ പാകിസ്ഥാൻ വെള്ളം ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ബ്ലോക്ക് ചെയ്യൂല. പേപ്പട്ടികൾ അനേകമായിരം ആളുകളെ കളിക്കാറുണ്ട്, പക്ഷെ പേപ്പട്ടി ഒരാൾ തിരിച്ചു കടിക്കാറില്ല. കാരണം പേപ്പട്ടിക്ക് ഒരു സ്വഭാവമുണ്ട്. അതാണ് പാകിസ്ഥാനിലെ ഭീകരൻ നമ്മുടെ നാടിനോട് കാണിക്കുന്നത് കഴിഞ്ഞ 75 കൊല്ലമായിട്ട്. അതുകൊണ്ടാണ് ഭാരതത്തിൽ നിന്ന് ഒരുത്തരും പോയിട്ട് ഇന്നവർ അവിടെ പൊട്ടിത്തെറിച്ചിട്ടില്ല. പാകിസ്ഥാൻ ഇങ്ങോട്ട് വന്നിട്ട് എവിടെയോ നമ്മുടെ ഒരുപാട് ആളുകളെ കൊന്നിട്ടുണ്ട്. അത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ഇന്ത്യക്കാരെ കൊല്ലുക എന്നാണ് പാകിസ്ഥാന്റെ നിയമം തന്നെ. അങ്ങനെ ആയിരക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ പോലും ഒരു ഭാരതീയൻ അവന്റെ അരയിൽ ബോംബ് കിട്ടിയിട്ട് പാകിസ്ഥാനിലോ അഫ്ഗാനിസ്ഥാനിലോ പോയി പൊട്ടിത്തെറിച്ചിട്ടില്ല. അത് നമ്മുടെ ഒരു സംസ്കാരമാണ്. ആ സംസ്കാരം മനുഷ്യനെ സ്നേഹിക്കുവാൻ വസുദൈവ കുടുംബകം എന്ന് പറയുന്ന ആ സംസ്കാരം ഇസ്രായേലിന്റെ ആളുകൾ കൊല്ലപ്പെടുമ്പോൾ വേദനിക്കുന്നതാണ്. അത് പാലസ്തീനിൽ കൊല്ലപ്പെടുമ്പോൾ വേദനിക്കുന്നതാണ്. പാലസ്തീനും അവിടെ പരമോന്നത ബഹുമതി നൽകിയിട്ടുണ്ട് നമ്മുടെ പ്രധാനമന്ത്രിക്ക്. ഓർക്കണം, ഇസ്രായേലും പാലസ്തീനും 7 ഇസ്ലാമിക രാജ്യങ്ങൾ അവിടെ പരമോന്നത ബഹുമതി നൽകി ആദരിച്ചൊരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ നെഹ്റു അല്ല, ഗാന്ധി അല്ലത്. അത് നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. ഈജിപ്ത് അടക്കം സകല ഗൾഫ് രാജ്യങ്ങൾ, പാലസ്തീൻ അടക്കം അവിടെ പരമോന്നത ബഹുമതി നൽകി ഇന്ത്യൻ പ്രധാനമന്ത്രി ആദരിച്ചു. ഇന്ത്യക്ക് ഒരു നിലപാടുണ്ട്. ആ നിലപാടുകൾ തെറ്റായി പോയി രാജീവ് ഗാന്ധിയുടെ നിലപാട്. അതുകൊണ്ട് രാജീവ് ഗാന്ധിക്ക് ജീവൻ കൊടുക്കേണ്ടി വന്നു. രാജ്യത്തിന്റെ ഉള്ളിൽ ആഭ്യന്തര പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടാവും ഓരോ രാജ്യത്തും. അത് ആ രാജ്യങ്ങൾ തീർക്കണം.
എന്റെ കുടുംബത്തിലെ പ്രശ്നം ഞാൻ തീർക്കണം. എന്റെ കുടുംബത്തിൽ വന്ന് നിങ്ങൾ തലയിട്ടിട്ട് നിങ്ങളുടെ തല പോകാതിരിക്കുവാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അവിടെ ചാണക്യന്റെ നീതിശാസ്ത്രത്തെ പഠിച്ച ആളാണ് നമ്മുടെ പ്രധാനമന്ത്രി. കൃത്യമായിട്ട് അദ്ദേഹത്തിന് നയമുണ്ട്. വോട്ടെടുപ്പിൽ നിന്ന് നമ്മൾ മാറിയുന്നു. നമ്മൾ വോട്ട് ചെയ്തിട്ടില്ല. പാലസ്തീന് അനുകൂലമായിട്ടോ എതിർത്തോ നമ്മൾ വോട്ട് ചെയ്തിട്ടില്ല. നമ്മൾ വോട്ടെടുപ്പിൽ നിന്ന് മാറി നിൽക്കുകയാണ് ചെയ്തതെന്ന് നാം മനസ്സിലാക്കണം. അതുകൊണ്ട് നരേന്ദ്രമോദിയെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മൾ ഓർക്കുക, നരേന്ദ്രമോദിയുടെ ലക്ഷ്യം ഭാരതത്തെ 143 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള ഈ മണ്ണിനെ സംരക്ഷിക്കുവാനുള്ള വോട്ടാണ് നമ്മൾ ചെയ്തത്. അദ്ദേഹത്തിന് 303 സീറ്റുമായിട്ട് നമ്മൾ തെരഞ്ഞെടുത്തത് പാകിസ്ഥാനെയും പാലസ്തീനെയും സംരക്ഷിക്കുവാനല്ല, ഭാരതത്തെ സംരക്ഷിക്കുവാൻ, എന്നെയും നിങ്ങളെയും സ്വര്യമായി കിടന്നുറങ്ങുവാൻ. ഈ തീവ്രവാദം പ്രബലമാകുമ്പോൾ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? ഇന്ന് ഹമാസുകാരനുള്ളത് കൊണ്ട് പാലസ്തീന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? ആ ഭീകരവാദത്തെയാണ് ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഊട്ടി ഉറപ്പിക്കുന്നത് കേരളത്തിൽ എന്ന കാര്യം മറന്നു പോകരുത്. താൽക്കാലിക ലാഭത്തിനും അധികാരത്തിനും വേണ്ടി നിങ്ങൾ ഈ കാണിക്കുന്നത് മതപരമായ ഭ്രാന്തിനെ പിന്തുണയ്ക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. തെറ്റ് എല്ലാം തെറ്റാണെന്ന് പറയണം. ഇസ്രായേലികൾ കൊന്നതും തെറ്റാണ് എന്ന് പറയണം. ഹമാസിന്റെ ഭീകരവാദം തെറ്റാണെന്ന് പറയണം. ISIS തെറ്റാണെന്ന് പറയണം. താലിബാൻ തെറ്റാണെന്ന് പറയണം. പാകിസ്ഥാനിലെ ഭീകരത തെറ്റാണെന്ന് പറയണം. സിറിയയിൽ യസീദി പെൺകുട്ടികളെ പച്ചക്ക് അടിമകളാക്കി വിറ്റത് തെറ്റാണെന്ന് പറയണം. നിങ്ങൾ എല്ലാം തെറ്റാണ്. ഒരു തെറ്റ് മാത്രം കണ്ടിട്ട് അല്ലെങ്കിൽ ആ തെറ്റിനെ മാത്രം ഐക്യദാർഢ്യം എന്ന് പറയുമ്പോൾ പല തെറ്റുകളെയും നിങ്ങൾ കാണാതിരിക്കുന്നു. അവിടെയാണ് ഞങ്ങളുടെ വിയോജിപ്പ്. എല്ലാ മനുഷ്യനും ഐക്യദാർഢ്യം കൊടുക്കൂ. അത് പാലസ്തീനിലെ കുട്ടികൾ, ഇസ്രായേലിലെ കുട്ടികൾ, സിറിയയിലെ കുട്ടികൾ, താലിബാനിലെ കുട്ടികൾ എന്ന് വേർതിരിക്കാതെ എല്ലാ മനുഷ്യനും ഐക്യദാർഢ്യം കൊടുക്കൂ. അതാണ് ശരിയായ ഐക്യദാർഢ്യം. നന്ദി, നമസ്കാരം. വന്ദേ മാതരം.